ദിവസങ്ങളായി തുടരുന്ന മഴ ഇടുക്കിയിൽ കനത്ത നാശം വിതച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം ജില്ലയിൽ 96.52 മില്ലിലിറ്റർ മഴയാണ് പെയ്തത്. ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നു. 2338.22 അടിയാണ് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് 124.75 അടിയായി ഉയർന്നു. ജില്ലയിൽ അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ജില്ലയിൽ 24 മണിക്കൂറിനുള്ളിൽ 62 വീടുകൾ തകർന്നു. ഇതിൽ 6 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസമായി പെയ്യുന്ന മഴയിൽ 112 വീടുകളാണ് തകർന്നത്. അവയിൽ 9 വീടുകൾ പൂർണ്ണമായും 103 വീടുകൾ ഭാഗികമായും തകർന്നു. കടശിക്കടവ് വാഴയില ഏലവനം എസ്റ്റേറ്റിൽ 55കാരി മരിച്ചു. മരം വീഴുന്നത് കണ്ട് ഓടിമാറുന്നതിനിടെയാണ് കാൽ തെറ്റി വീണ് മരിച്ചത്. ചക്കുപള്ളം വില്ലേജിൽ എലിസബത്താണ് മരിച്ചത്. ഇടുക്കി താലൂക്കിൽ 30 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. തൊടുപുഴ താലൂക്കിൽ 18 വീടുകൾ ഭാഗികമായും 4 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പീരുമേട് ഉടുമ്പൻചോല താലൂക്കുകളിൽ 3 വീടുകൾ ഭാഗികമായും ദേവികുളം താലൂക്കിൽ 2 വീടുകൾ ഭാഗികമായും തകർന്നു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ 5 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇടുക്കി താലൂക്കിൽ 3 ക്യാമ്പും ദേവികുളം താലൂക്കിൽ 2 ക്യാമ്പുമാണ് തുറന്നത്. ഇടുക്കി താലൂക്കിൽ മണിയാറൻകുടി സലീന ചാൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ക്യാമ്പിൽ 18 കുടുംബങ്ങളിലായി 65 അംഗങ്ങളാണുള്ളത്. ഇതിൽ 18 പുരുഷന്മാർ, 28 സ്ത്രീകൾ, 19 കുട്ടികൾ ഉൾപ്പെടുന്നു. കഞ്ഞിക്കുഴി കീരിത്തോട് നിത്യസഹായമാത പാരിഷ് ഹാളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 4 കുടുംബങ്ങളിലെ 50 അംഗങ്ങളാണുള്ളത്. 5 പുരുഷന്മാർ, 3 സ്ത്രീകൾ, 2 കുട്ടികളുമാണ് ഈ ക്യാമ്പിലുള്ളത്. മുരിക്കാശ്ശേരി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 4 കുടുംബങ്ങളിലായി 7 അംഗങ്ങളാണുള്ളത്. 7 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് ഇവിടെയുള്ളത്. ദേവികുളം മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 8 കുടുംബങ്ങളിലായി 26 അംഗങ്ങളുണ്ട്. 5 പുരുഷന്മാരും 18 സ്ത്രീകളും 3 കുട്ടികളുമാണ് ഈ ക്യാമ്പിലുള്ളത്. വെള്ളത്തൂവൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ 5 കുടുംബങ്ങളിൽ നിന്ന് 15 അംഗങ്ങളാണുള്ളത്. 5 പുരുഷന്മാരും 7 സ്ത്രീകളും 3 കുട്ടികളുമാണ് ഈ ക്യാമ്പിലുള്ളത്.